തെരഞ്ഞെടുപ്പിലെ ജയം കൊണ്ട് ഒരാളുടെ കുറ്റകൃത്യം ഇല്ലാതെയായി പോകുമെങ്കിൽ ഈ രാജ്യത്ത് ഫുലൻ ദേവി എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കൊന്ന് ഒരുപാട് ആളുകളുടെ പണവും പണ്ടവും ഒക്കെ മോഷ്ടിച്ച ആള് ഈ രാജ്യത്തെ ഒരു ലോക്സഭാ മെമ്പർ ആയിരുന്നു എന്ന് താങ്കളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് അരുൺകുമാറിനോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം വെച്ചിട്ടാണ് ഒരു ക്രൈമിനെ നിങ്ങൾ അസസ് ചെയ്യുന്നത്. ആരംഭത്തിൽ അപമാനം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ക്രൈം റേറ്റ് വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഒരാൾ ചെയ്ത വ്യക്തിപരമായ കുറ്റകൃത്യം ഒന്നും അതിന് മാനദണ്ഡമല്ല എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാണ് കാണുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് താങ്കൾ എന്താ മറന്നുപോയോ? അതോ ആ ദിവസം താങ്കൾക്ക് ഓർമ്മയില്ലായിരുന്നു? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ രാജ്ഭവനിൽ താൻ ജയിക്കുന്ന എങ്ങനെയാ? ഈ കൊലപാതകം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അപ്പൊ ആ ജനവിധിയെ നിങ്ങളുടെ കുറ്റകൃത്യത്തിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് താങ്കൾ അംഗീകരിക്കുമോ? ഇവിടെ പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചു CPM എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമമാണെന്ന്. ഇതിനകത്തെ വാദിയായിട്ടുള്ള ആളുകളിൽ ഒരാൾ സഖാവ് കൃഷ്ണേട്ടനാ. ഇപ്പോൾ കല്യോട്ട് പോയി കഴിഞ്ഞാൽ കൃപേഷിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. അവിടെ വീടറിയണമെങ്കിൽ സഖാവ് കൃഷ്ണേട്ടന്റെ വീടെന്ന് പറയണം. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ആ സഖാവ് കൃഷ്ണേട്ടൻ എന്തായാലും CPM-നെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നില്ല. ഈ സഖാവ് കൃഷ്ണേട്ടൻ, കൃപേഷിന്റെ പിതാവ്, അദ്ദേഹം പിടിച്ചതിന്റെ അത്രയും ചോരച്ചെങ്കടി എന്തായാലും ശ്രീ അരുൺ പിടിച്ചിട്ടില്ല. അദ്ദേഹം വിളിച്ചതിന്റെ അത്രയും CPM-ന് വേണ്ടിയിട്ട് മുദ്രാവാക്യം അരുൺ ജീവിതകാലത്തിൽ ഇതുവരെ വിളിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കേണ്ട. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. പിന്നെ ഇതിനകത്ത് പാർട്ടിക്ക് പങ്കില്ല. ഡേ 1 തൊട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാർട്ടിക്ക് പങ്കില്ല. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. പാർട്ടിക്ക് പങ്കില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നാട്ടിൽ നടന്നൊരു സാധാരണ ക്രൈം, ഒരു കൊലപാതക കേസ്, എന്തിനു വേണ്ടിയിട്ടാണ് 2 ചെറുപ്പക്കാർ 19 വയസ്സും 23 വയസ്സും മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാരെ എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അതിലൊരു ചെറുപ്പക്കാരന്റെ ചെവിക്ക് താഴെ എന്റെയും മഞ്ജുഷിന്റെയും ഒക്കെ കൈ കയറ്റുവാൻ പറ്റുന്നത്ര വലിയ ആഴത്തിലുള്ള മുറിവ് വരെ വരുത്തിയ ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം ആ ചെറുപ്പക്കാരന്റെ കാലിൽ 16 വെട്ടുപെട്ടി ആ ചെറുപ്പക്കാരനെ ഒന്ന് മൃതപ്രായനായി മരണത്തിന് ശേഷവും നശിപ്പിച്ചതിന് ശേഷം ആ ഒരു കേസിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഡിഫൻസുമായിട്ട് പോകുന്നത്? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും ഒന്നും മറയ്ക്കുവാനില്ലെങ്കിൽ ഏത് അന്വേഷണം വേണമെങ്കിലും വരട്ടെ. അവൻ പറഞ്ഞ നേരാ. ഇപ്പൊ CBI എന്തായാലും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ CBI പൊളിറ്റിക്കലി ഇവർക്കെതിരാണെന്ന് വിചാരിച്ചു. ആ CBI എന്തായാലും ശിക്ഷിക്കുവാൻ അവകാശമുള്ള ഒരു ഏജൻസി അല്ലല്ലോ. ഇവരുടെ നിരപരാധിത്വം ആ അന്വേഷണത്തിന് ശേഷം ഇവർക്ക് കോടതിയിൽ തെളിയിക്കുവാൻ കഴിയുമായിരുന്നല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. 88 ലക്ഷം രൂപയാണ് 2021 ഏപ്രിൽ മാസം 17-ാം തീയതി വരെ ഈ കേസിനകത്ത് CBI അന്വേഷണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി മാത്രം ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. 180ഓളം സർക്കാർ അഭിഭാഷകരുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് മനീന്ദർ സിംഗ് എന്ന് പറയുന്ന BJP-യുടെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ആയിരുന്ന വ്യക്തി, BJP-കാരനാണ് CPM-ന്റെ കേസ് വാദിക്കുന്നത്, CPM-ന്റെ സർക്കാരിന്റെ കേസ് വാദിക്കുന്നത്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അയാളെ 88 ലക്ഷം രൂപ കൊടുത്ത് കേരളത്തിൽ ഒരു കേസ് പറയാൻ വേണ്ടിയിട്ട് എന്തിനാ വന്നത്? ആദ്യം ഹൈക്കോടതിയിൽ ഈ കേസ് വരെ പറഞ്ഞില്ലേ, സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ വീണ്ടും അപ്പീൽ പോയി, ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാർട്ടിക്ക് പങ്കില്ലാത്ത ഈ കേസിനകത്ത് ഇതുവരെ സർക്കാർ കൊടുത്തിട്ടുള്ള 88 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന്. ഇവിടെ കൃപേഷ്, ശരത്ലാലിന്റെ അമ്മമാര് അന്ന് കണ്ണീര് തുടച്ച സാരിത്തലപ്പിന്റെ നികുതി വരെ ഇപ്പോഴും ആ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ സ്മാരക മന്ദിരത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുടെ വരെ നികുതി എടുത്തിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ കേസ് വാദിച്ചത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ കൊടുത്ത സംരക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാള്, അയാളെ 3 മാസം മുൻപ് CPM-ന്റെ വനിതാ ബാങ്കിൽ നിയമിച്ചു ജോലിക്കാരനായിട്ട്. സംരക്ഷണമല്ലേ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം.
സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഇതിനകത്തെ കേസിനകത്ത് ഇവർ തന്നെ പറയുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിലെ പ്രതികൾ, ഒന്നാം പ്രതി പീതാംബരൻ, രണ്ടാം പ്രതി സജി, മൂന്നാം പ്രതി സുരേഷ്, ഇവരുടെ 3 പേരുടെയും ഭാര്യമാർക്ക് ജില്ലാ ജനറൽ ആശുപത്രിയിലെ 1, 2, 3 റാങ്ക്. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. കുറ്റവാളികളുടെ പ്രതിപട്ടികയിലെ റാങ്ക് അനുസരിച്ച് തന്നെ ഭാര്യമാർക്ക് റാങ്ക് കൊടുത്ത് ജോലി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? എന്താ ആ പ്രതീക്ഷയും അതിനെതിരായിട്ട് പ്രതിരോധമുണ്ടായി, ജനകീയ പ്രക്ഷോഭമുണ്ടായി. ആദ്യം സർക്കാർ അതിനെ മാറ്റി. പിന്നെ ഇപ്പോൾ ആ പ്രക്ഷോഭത്തിന് ശേഷം വീണ്ടും സജിയുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് ഈ സംസ്ഥാന സർക്കാരല്ലേ? അത് സംരക്ഷണമല്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വിഷ്ണു സുരേ എന്ന് പറയുന്ന ഈ കേസിനകത്ത് ബൈക്കിൽ പുറകിൽ പോയി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ലൊക്കേഷൻ ഈ കുറ്റവാളികളെ അറിയിച്ച അത്ര ഗുരുതരമായ കുറ്റം ചെയ്തയാളുടെ ഭാര്യയ്ക്ക് ഹെൽത്തിൽ ജോലി കൊടുത്തു. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഈ പ്രതികൾ ഒരു ദിവസം തങ്ങിയത് വെളുത്തോളിയിലെ പാർട്ടി ഗ്രാമത്തിനകത്താണ്. അതുപോലെ തന്നെ ഈ പ്രതികൾ കുറ്റകൃത്യത്തിന് ശേഷം തങ്ങിയത് ചട്ടംചാലിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. അത് ശരി. ഈ പ്രതികളെ ഇപ്പൊ കുഞ്ഞിരാമൻ എങ്ങനെ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുന്നത്? കുഞ്ഞിരാമൻ എന്ന് പറയുന്ന XMLA CPM-ന്റെ സമുന്നതനായ നേതാവ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ പ്രതികളെ പോലീസ് ബീറ്റുകാർ സാധാരണഗതിയിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ഈ പോലീസുകാർ പിടിക്കുന്നു. ആ വെളുത്തോളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കുതിച്ചെത്തുകയും ആ പോലീസിൽ നിന്ന് ഈ അക്രമകാരികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. പാർട്ടിക്ക് പങ്കില്ലാത്ത കേസാണെങ്കിൽ എന്തിനാ കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ മോചിപ്പിക്കുന്നത്? അന്ന് കൈയോടെ പിടിച്ചിരുന്നെങ്കിൽ ഇതിനകത്തെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം കണ്ടെത്തുവാൻ കഴിയുമായിരുന്നല്ലോ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ക്രൈംബ്രാഞ്ച് അന്വേഷണം, ആ അന്വേഷണ സംഘം ആദ്യമായിട്ട് മാതാപിതാക്കളുടെ മൊഴിയെങ്കിലും എടുക്കാൻ, അതൊരു പ്രൈമറി സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആദ്യമായി മാതാപിതാക്കളുടെ മൊഴിയെങ്കിലും എടുക്കുവാൻ വരുന്നത് 7 ദിവസത്തിന് ശേഷം, ആ ക്രൈം ഉണ്ടായതിനു ശേഷം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. പിന്നെ ആദ്യത്തെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം. ഈ അന്വേഷണ സംഘത്തിനകത്ത് 4 തവണയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നതിന് മുമ്പ് 4 തവണയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത്. എവിടെയെങ്കിലും കേട്ടോണ്ടോ? ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ഈ ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റ്, അതിനകത്ത് 240 സാക്ഷികളെ കൊടുത്തിട്ടുണ്ട്. ആ 240 സാക്ഷികളിൽ ഈ കുറ്റകൃത്യത്തിന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്ന സാക്ഷികളിൽ 42 പേര് CPM-കാരാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അതിനകത്ത് A1 പീതാംബരന്റെ ഭാര്യ, കുറ്റവാളിയുടെ ഭാര്യ സാക്ഷിയാക്കപ്പെടുക. A5 ജിജിൻ എന്ന് പറയുന്ന കുറ്റവാളിയുടെ അമ്മ സാക്ഷിയാക്കപ്പെടുക. അപ്പൊ ഈ CPM-ന്റെ നേതാക്കന്മാരായ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്ന വാദിക്കൂട്ടിൽ നിന്നിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ആദ്യം പെരിയ കേസിനകത്ത് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ PPP മുസ്തഫ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതായത് CPM-ന് വേണ്ടി ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾ പോലും ഈ കേസിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പറയുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടാവുകയാണ്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.